നമസ്കാരം. മരണം എന്നത് ജീവിതത്തിന്റെ അവസാനമാണ്, അതോ മറ്റൊരു യാത്രയുടെ തുടക്കം? ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ നമ്മുടെ കൂടെയുണ്ട്. ഭാരതീയ തത്വചിന്തകൾ ഇതിന് നൽകുന്ന മറുപടിയാണ് പുനർജന്മം. എന്താണ് പുനർജന്മം? എന്തുകൊണ്ടാണ് ഒരാൾ വീണ്ടും ജനിക്കേണ്ടി വരുന്നത്? ഈ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ കണ്ണോടിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. അതാണ് കർമ്മഫലം. ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ചു തീർക്കാൻ ഒരു ആയുസ് മതിയാകില്ല. കടം വീട്ടാതെ പോകുന്ന ഒരാളെ പോലെ ബാക്കിയായ ഈ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർക്കാൻ ആത്മാവിന് പുതിയൊരു ശരീരം ആവശ്യമായി വരുന്നു. കർമ്മം ചെയ്യാനും അതിൻ്റെ ഫലം അനുഭവിക്കാനും ഒരു ഉപകരണം വേണം, അതാണ് ശരീരം. അതുകൊണ്ട് തനിക്ക് ബാക്കിയുള്ള കർമ്മഫലത്തിന്റെ കുടിശ്ശിക തീർക്കാൻ ആത്മാവ് പുതിയൊരു ശരീരവും സാഹചര്യവും കണ്ടെത്തുന്നു. ഇതിനെയാണ് നമ്മൾ പുനർജന്മം എന്ന് വിളിക്കുന്നത്. മരണത്തിനും പുനർജന്മത്തിനും ഇടയിൽ എത്ര കാലതാമസം ഉണ്ടാവും? ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഭാരതീയ തത്വചിന്തകൾ പറയുന്നത് ഇത് നിശ്ചിത സമയമില്ലെന്നാണ്. ഉദാഹരണത്തിന് ഏലിയ പ്രവാചകൻ സ്നാപക യോഹന്നാനെ ജനിക്കാൻ 8 നൂറ്റാണ്ടുകൾ എടുത്തു. എന്നാൽ ആധുനിക ഗവേഷകനായ ഡോക്ടർ E.R. സ്റ്റീവൻസൺ വിവരിക്കുന്ന വില്യം ജോർജിന്റെ കേസിൽ മരണം കഴിഞ്ഞ് ഗർഭധാരണത്തിനുള്ള സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ചുരുക്കത്തിൽ ആത്മാവ് തനിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ പ്രക്രിയയാണ്. ആത്മാവിന് ഭൗതിക രൂപമില്ലാത്തതിനാൽ ഏത് ശരീരത്തിൽ പ്രവേശിക്കാം. പുനർജന്മത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ കർമ്മങ്ങൾ അനുഭവിക്കാൻ പറ്റിയ മാതാപിതാക്കളെ ആത്മാവ് കണ്ടെത്തുന്നുവെന്ന് ഉപനിഷത്തുകൾ വ്യക്തമാക്കുന്നു. പിതാവിലൂടെ മാതാവിന്റെ ഗർഭപാത്രത്തിലെത്തി ആത്മാവ് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, യം യം വാമി സ്മരൺ ഭാവം ത്യജത്യന്തേ കളേബരം. അതായത് മരണസമയത്ത് ഒരാൾ എന്തിനെയാണോ തീവ്രമായി ചിന്തിക്കുന്നത്, ആ ഭാവത്തിലേക്ക് അയാൾ അടുത്ത ജന്മത്തിൽ എത്തിച്ചേരുന്നു. തീവ്രമായ ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ചാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ അയാൾ പെട്ടെന്ന് തന്നെ പുനർജനിക്കുന്നു. അപ്പോൾ പുനർജന്മം എന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് കർമ്മങ്ങളുടെ ഒരു കണക്ക് പുസ്തകമാണ്. മനസ്സും കർമ്മങ്ങളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നതുവരെ, പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നതുവരെ ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. ഗ്രീക്ക് ചിന്തകനായ പൈതഗോറസ് മുതൽ ആധുനിക ശാസ്ത്ര ഗവേഷകർ വരെ ഈ പ്രതിഭാസത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ പുനർജന്മം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.